ഓൺലൈൻ വഴി ഒരുപാട് തട്ടിപ്പുകളെല്ലാം നടക്കുന്നതെല്ലാം നമ്മൾ സ്ഥിരമായി പേപ്പറിലെല്ലാം വായിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഇത്തരത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് എനിക്കൊരു കോളെല്ലാം വന്നിരുന്നു. ഈ ഒരു കോളിൽ അവർ പറഞ്ഞത് നിങ്ങൾക്കൊരു പാർസലെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ അത് ഡെലിവർ ആകാത്തതിനാലാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ കെയറിലേക്ക് ഈ ഒരു കോൾ കണക്റ്റ് ആയിരിക്കുന്നത് എന്നെല്ലാമാണ് പറഞ്ഞത്. അതായത് ആ ഒരു കോൾ വന്നപ്പോൾ ഇതൊരു റെക്കോർഡഡ് മെസ്സേജ് എല്ലാം ആയിരുന്നു. അതായത് നിങ്ങളുടെ ഡെലിവറിയിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നമർത്തുക എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്കൊരു ബുക്ക് എല്ലാം വരാനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഞാൻ അതെന്തെങ്കിലും തിരിച്ചു പോയതാണോ ഇത്തരത്തിലുള്ള ഒരു ഡൗട്ടെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നമർത്തിയതിന് ശേഷം അവിടെ ഒരു കസ്റ്റമർ കെയറിൽ ഒരാൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് എന്താണ് വിളിച്ചത് എന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വന്ന കോളാണ്, ഇങ്ങനെ എനിക്കൊരു പാർസലെല്ലാം വന്നിട്ടുണ്ട്, ഇതിലെന്തോ ഇഷ്യൂ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവർ എന്നോടൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യട്ടെ, അതിനുശേഷം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാമെന്നെല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. അപ്പോൾ നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ കസ്റ്റമർ കെയറിലേക്കെല്ലാം വിളിക്കുന്നത് പോലെ നല്ല രീതിയിലൊരു മ്യൂസിക്കും അതുപോലെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതെല്ലാം ഫീൽ ചെയ്യുക. അതിനുശേഷം അവർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഒരു മുംബൈയിൽ നിന്നുള്ള ഒരു പാർസൽ ഇത് ഇറാനിലേക്ക് അയക്കുന്നതോ ഇങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അതുപോലെ ഈ ഒരു പാർസലിൽ ഇല്ലീഗലായ കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇത് സോൾവ് ചെയ്യുന്നതിന് പണമെല്ലാം വേണമെന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് കാര്യമെല്ലാം മനസ്സിലായിരുന്നു. കാരണം ഇപ്പോൾ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പേപ്പറിൽ കൂടി വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്തരത്തിലൊരു പാർസൽ ഒന്നും തന്നെ ഇല്ല, ഇവർ ഫേക്കായി ഇതുപോലെ ഒരുപാട് പേരെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലരും എന്താണെന്ന് മനസ്സിലാകാതെ ഇതുപോലെ ഈ ഒരു പ്രശ്നത്തിലെല്ലാം തന്നെ അവരുടെ പേരൊന്നും നഷ്ടപ്പെടേണ്ട എന്ന് കരുതി ഇതുപോലെ ഒരാൾ അവർ ഈ പണമെല്ലാം, അതായത് നേരത്തെ പേപ്പറിൽ കണ്ടതാണ്, ഇതുപോലെ പണമെല്ലാം അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പലരും ഇവർ പറയുന്ന കാര്യമെല്ലാം കേട്ട് പേടിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവർ ചോദിക്കുന്ന അമൗണ്ട് എല്ലാം കൊടുത്ത് ഈ ഒരു പ്രശ്നമൊന്നും വേണ്ട എന്ന് കരുതി അങ്ങനെയെല്ലാം ചെയ്യുകയാണ് പലരും ചെയ്യാറ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലെല്ലാം ആരെങ്കിലും യൂസ് ചെയ്യാൻ ചോദിച്ചതിന് ശേഷം ആ ഒരു നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ OTP എല്ലാം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം ട്രാക്ക് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ വളരെ ബോധ്യവാന്മാരായിരിക്കുക, ഇത്തരത്തിലുള്ള കെണിയിലൊന്നും പോയി പെടാതിരിക്കുക. അതുപോലെ ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പണമെല്ലാം ചോദിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ വെൽ പ്ലാൻഡായി വളരെ ട്രെയിനിങ് എല്ലാം കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെ ഇത്തരത്തിൽ അവർ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പണമെല്ലാം നേടാൻ സാധിക്കുക എന്നെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കിണിയിൽ നിങ്ങൾ ആരും ചെന്ന് ചാടാതിരിക്കുക. ഒരുപാട് കേസുകൾ നമ്മൾ ഇത്തരത്തിൽ പേപ്പറിലെല്ലാം കാണാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം വന്നപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.